പാദം പണിഞ്ഞിടുന്നേ ഭാവിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ ഭാവിയാമെന്നെ സ്നേഹിച്ചോനി ആരിയെന്നെ തേടി വന്നു ആരിയെന്നെ തേടി വന്നു ഭാവിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ ദൂഷണം ചെയ്തു ദൂരമായിരുന്നേ ദൂരമായിരുന്നേ ദുഷ്ടനരനായി ദൂഷണം ചെയ്തു ദൂരമായിരുന്നേ ദൂരമായിരുന്നേ തേടിയോ നീ പാവനദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ പരലോകം ചേർപ്പാൻ ഹീനനരനായി നീ എൻ പാപം തീർപ്പാൻ പരലോകം ചേർപ്പാൻ ഹീനനരനായി നീ ഹീനനരനായി നീ എന്തു ഞാനിതിനീടു നൽകി എന്നും നിൻ അടിമയാം ഞാൻ എന്നും നിൻ അടിമയാം ഞാൻ ഭാവിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ പാപിയാമെന്നെ സ്നേഹിച്ചോനി ആരിയെന്നെ തേടി വന്നു ആരിയെന്നെ തേടി വന്നു ഭാവിയിൽ കനിയും പാവനദേവ പാദം പണിഞ്ഞിടുന്നേ പാദം പണിഞ്ഞിടുന്നേ വെറുത്തു കുലവും വെറുത്തു കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ നാഥൻ കൂട്ടായി തീർന്ന സ്വർഗീയ നാഥൻ മാതാപിതാക്കന്മാർ വെറുത്താലും കൂട്ടം വെറുത്താലും കൈവിടാത്തൊരു കർത്താവ് നമുക്കായി ഇന്നും ജീവിക്കുന്നു. ഭക്തനായിരിക്കുന്ന കെവിറ്റു പാടുവാനായിട്ടിടയായിത്തീർന്നു. കൂട്ടം വെറുത്തു കുലവും വെറുത്തു കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ നാഥൻ. ആ പാട്ടിപ്പോൾ പിരിപ്പ് നമുക്ക് വേണ്ടി പാടുന്നതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ 279 പാട്ട്. ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ
എന്തുള്ളൂ ഞാൻ ഏതുമില്ലാതിരുന്ന ഒന്നുമില്ലാതിരുന്ന നമ്മെ ഇത്തരയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ അരുമനാഥൻ കർത്താവായ യേശു ക്രിസ്തു, ആ സ്നേഹത്തെ പുകഴ്ത്തുന്ന ഗാനം ഇപ്പോൾ പിരിവ് നമുക്കായി പാടുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒപ്പം ഇടയിൽ കസേരകൾ ഒഴിച്ചിടാതെ എല്ലാവരും സീറ്റ് ഫില്ല് ചെയ്ത് ഇരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കും.
കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ എന്നുള്ളൂ ഞാൻ അപ്പരേ ഉദ്ധരണത്തെ ഞാൻ ഓർത്തുദിനം സന്തോഷിക്കും അത്യന്തം ഉദ്ധരണത്തെ ഞാൻ ഓർത്തുദിനം സന്തോഷിക്കും അത്യന്തം. ദേശത്തോട് സന്ദേശം മുഴങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ദേശത്തിന് ആശ്രയ സന്ദേശം കേൾപ്പിക്കണം. നിത്യങ്ങളായി നിയമിക്കപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെടുവാനിടയാകണം. ആളുകളുടെ ഹൃദയത്തിൽ സന്ദേശമായി ശക്തമായി മുഴങ്ങി ചെല്ലുവാനിടയാകണം. ഇന്ന് രാത്രി നിരാശയിൽ നിൽക്കുന്ന ആളുകൾ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ, മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുന്ന ആളുകൾ, ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകൾ, മരണാനന്തര ജീവിതത്തെ കുറിച്ച് വ്യക്തതയില്ലാത്ത ആളുകൾ, അവർക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുവാൻ, രക്ഷകനെ കണ്ടെത്തുവാൻ, ജീവിതത്തിന്റെ അനേക പ്രതിസന്ധികളോട് കടന്നു പോകുന്നവർ, അവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടെത്തുവാനുള്ള വഴി രാത്രി ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മാത്രം ഏകരക്ഷകനായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളിൽ അവിടുത്തെ സന്ദേശം മുഖാന്തരം ലോകത്തിലെ എത്രയോ ജനകോടികളാണ് വെളിച്ചം കണ്ടത്, എത്രയോ ആളുകളാണ് രക്ഷിക്കപ്പെട്ടത്, എത്രയോ ആളുകളാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റത്. ഈ നാളുകളും അനേകം രക്ഷിക്കപ്പെടുന്നു, അനേകം കുറ്റവാളികളും പാപികളും മാനസാന്തരപ്പെടുന്നു. ഇതുപോലെ രൂപാന്തരപ്പെടുന്ന മറ്റു സന്ദേശമില്ല. ഇന്ന് രാത്രിയിലും ആ സന്ദേശം കൊണ്ട് ദേശത്തെ അനുഗ്രഹിക്കുകയും അനേക ഹൃദയങ്ങളോട് സന്ദേശം കേൾപ്പിച്ച് അവരെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരാളെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. യേശുക്രിസ്തുവിന് മാത്രമാണ് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി ആത്മാക്കളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സർവ്വ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സുഖസ്നേഹ നല്ല പിതാവേ, സകല സ്തുതിക്കും അങ്ങ് യോഗ്യൻ, സകല മഹത്വത്തിനും അങ്ങ് യോഗ്യൻ, സകല പ്രശംസയ്ക്കും അങ്ങ് യോഗ്യൻ, സകല പൂഴ്ചയ്ക്കും അങ്ങ് യോഗ്യൻ. ഈ മഹോന്നതനായ ദൈവത്തെ, സ്നേഹത്തിൽ സമ്പന്നനായ ദൈവത്തെ ഒരു പ്രാവശ്യം ദേശത്ത് ഉയർത്തുവാൻ അവർ നൽകിയിരിക്കുന്ന എല്ലാവിധ അനുമതി സൈനപ്പെട്ടനുസരിച്ചാണ് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിന്റെ പ്രിയപ്പെട്ടതിൽ കൂടെ ദേശത്തിന് ആവശ്യമുള്ള സന്ദേശത്തെ അങ്ങ് നൽകിയല്ലോ. അങ്ങ് ഒരുക്കിയ വലിയ രക്ഷയുടെ മഹത്വത്തെ ഉയർത്തിക്കാട്ടുവാനുള്ള ഇടയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. സംഗീത നഗരത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഈ ദേശത്തോടെ വിശദമായിട്ട് ഒരു തെളിയിക്കാൻ ഇടയാക്കിയല്ലോ. നമ്മൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിലൂടെ അങ്ങ് ഒരുക്കിയ വലിയ രക്ഷ, അതിന് വലിയ സാധ്യത, അതിന് വലിയ ശക്തി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഈ ദേശത്തോട് അവിടുത്തെ സുശേഷം വിളിച്ചറിയിക്കാൻ അനുവദിക്കുന്നതാണ്. കർത്താവ് സഹായിക്കുന്നതാണ്. അവിടുത്തെ പ്രിയ ദാസനെ പ്രിയനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ തിരുവനന്തപുരമായിട്ട് വരുവാൻ അവരുടെ ഇടയിൽ കുറിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയില് ഈ ദേശത്തെ ആശ്രമ സന്ദേശത്തെ അവിടെ ദാസനെ അങ്ങേ ഏൽപ്പിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം അതിന്റെ അളവിൽ, അതിന്റെ ശക്തിയിൽ, സ്വാതന്ത്ര്യത്തോടെ ശക്തിയോട് പോഷിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പോഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തി കൊള്ളണമേ, സഹായിക്കണമേ എന്നപേക്ഷിച്ച് പ്രാർത്ഥികർത്താവ് ഈ ദേശത്തോടെ കാണിച്ചിരിക്കുന്നു വലിയ കണ്ണയ്ക്കട്ടെന്ന് സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം അവിടുത്തെ മാറ്റിയെടുത്ത വചനം അവിടുത്തെ മാറ്റിയെടുത്ത സുശേഷം കേൾപ്പിച്ചതിനെ കൊണ്ട് അങ്ങനെ നൽകിയ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നതോടൊപ്പം കർത്താവെ അത് അനേകം പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകണമേ എന്നാണ് നിങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കർത്താവ് ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ ഈ ദേശത്ത് നിന്ന് സുശേഷം വേർതിരിക്കാത്തപ്പോൾ ഇടയാകണമേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നത്തെ പ്രാർത്ഥന കർത്താവ്. സുശേഷത്തിന്റെ വാതിൽ അടയാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങളുടെ സമശിക്ഷങ്ങള്, ഞങ്ങളുടെ അടികളെ എല്ലാ ബന്ധുമിത്രാദികളും എല്ലാ സുഹൃത്തുക്കളും അറിയാൻ കൊണ്ട് ഇടയായെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചില ഹൃദയങ്ങളെ തുറക്കുമാറാണമേ. ചില ഹൃദയങ്ങളെ കർത്താവെ, ചില ഹൃദയങ്ങളിൽ നിന്ന് സുശേഷം താണിറങ്ങുവാൻ, വിശ്വാസങ്ങളുടെ ജീവിതത്തെ പരിണമിക്കുവാൻ അവിടുത്തെ ദയയുള്ള കരം, അവിടുത്തെ കൃപ
അവരോട് യാചിക്കണമേ പ്രാർത്ഥന കർത്താവെ. അവിടെ തന്ന എല്ലാവിധ അനുഭവങ്ങളും ശ്രദ്ധിക്കുന്നു. നന്ദിയുടെ വാക്കുകളും പല കാര്യങ്ങൾ ഓർക്കാൻ കർത്താവ് അങ്ങ് നൽകിയ എല്ലാ അനുഭവങ്ങളും ശ്രദ്ധിക്കുന്ന കാലാവസ്ഥയെ അങ്ങ് അനുകൂലമാക്കി തന്നിരിക്കുന്നു. ശബ്ദ ക്രമേണങ്ങളൊക്കെയും അവിടുന്ന് അനുകൂലമാക്കി തന്നിരിക്കുന്നു. അവർ തന്നിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതായത് ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ദേശവാസികൾക്ക് ഈ ശബ്ദപരിധികളിൽ ശേഷം കേൾക്കുന്ന എല്ലാവർക്കും അത് നന്മയ്ക്കും അനുഭവത്തിലൂടെയാക്കണമേ. തിരുനാമത്തെ ബോധപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ ദാസനാട് തരങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് താഴ്ത്തി സമർപ്പിക്കുകയാണ്. അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചായിട്ട് അവിടുത്തെ ദേശനാശമുള്ള സന്ദേശത്തെ വചനത്തെ സമൃദ്ധിയുടെ നാണ്യം നൽകി സഹായിച്ചാട്ട് അവിടുത്തെ നാമത്തെ എല്ലായിടത്തും ബോധപ്പെടുത്തിക്കാട്ട് മാനം മഹത്വവും അങ്ങെടുത്താട്ട് യേശു തന്നെ അതിന്റെ നാമത്തിൽ കാന്മയോട് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അതിപരിശുദ്ധമായ നാമം ഉയർത്തപ്പെടുന്നതാകട്ടെ. ഈ നിലയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള സുവിശേഷ യോഗത്തിന്റെ അവസാനത്തെ രാത്രിയിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നൽകിയതായ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതായ മണ്ണൂർ സഭയ്ക്കും അതിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്കുമായിരിക്കുന്ന നന്ദി ധർമ്മത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ഭവനത്തിൽ വന്ന് വിശ്രമിപ്പാനും അവരെ ശുശ്രൂഷ അനുഭവിപ്പാനും ഇടയായതിലും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷകൾ ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാകുന്ന നിലയിൽ നിർവഹിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദേശത്തുള്ള ബന്ധത്തിൽ ഇവിടെയുള്ള സ്ഥലം സൃഷ്ടിക്കപ്പെടുത്തിയിട്ടുള്ള ആത്മപ്രേരണയ്ക്കും ആത്മവേദനയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൂടുതലായിട്ട് ആത്മാക്കളുടെ രക്ഷ ഉണ്ടാകുവാൻ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ഈ ശുശ്രൂഷകൾ മുഖാന്തരമായി തീരട്ടെ. ഈ ചെലവുകളിലും ഈ പ്രവർത്തനങ്ങളെല്ലാം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ബന്ധരായിരിക്കുന്ന ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇന്നലെ രാത്രിയിൽ കർത്താവിന്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഈ ദേശത്തോട് അറിയിക്കുവാൻ കർത്താവിന് പ്രസാദമായി എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതായിരിക്കുന്ന ആലോചന പ്രാർത്ഥനയിലൂടെയും അല്ലാതെയൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. സങ്കേത നഗരം എന്നുള്ള വിഷയത്തിൽ നിന്നാണ് സംസാരിച്ചു കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ആ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകി എന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്തിലെ ഏറ്റവും കാതലായിരിക്കുന്ന ഒരു വിഷയമാണ് സങ്കേത നഗരം. ആ സങ്കേത നഗരത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്നുള്ളത്. ഈ ശുശ്രൂഷയുടെ എല്ലാം ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ആ സങ്കേത നഗരത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിന് യോഗ്യരായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഞാനൊരു മുന്നറിയിപ്പ് അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ രാജാവിന്റെ ഒരു കരച്ചിൽ കേൾക്കുവാനായിട്ട് കഴിയും. അതെങ്ങനെയാണ്? അബ്നേർ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടി വന്നത്? നീ എന്തുകൊണ്ടാണ് ഒരു നീചനെ പോലെ മരിക്കുവാൻ ഇടയായത്? അബ്നേറിന്റെ മരണത്തിങ്കൽ രാജാവ് വിലപിക്കുന്ന കരച്ചിലിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് അവിടെ കാണുവാനായിട്ട് ഇടയാകുന്നത്. അവിടെ രാജാവ് വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കൈകൾ ബന്ധിച്ചിരുന്നില്ല, കാലിൽ ചെങ്ങലയിട്ടിരുന്നില്ല, എന്തുകൊണ്ട്
നീ ഒരു നീചനെ പോലെ മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്താണ് അതിന്റെ കാരണം? അങ്ങനെ പറയുവാനുള്ള കാരണം, എബ്രോയിൽ ഒരു സങ്കേത നഗരമുണ്ട്. ഇവന്റെ പിന്നിൽ ഒരു രക്തപ്രതികാരകൻ ഓടി വരുന്നുണ്ട്. അതവൻ തിരിച്ചറിയേണ്ടതായിരുന്നു. യോവാബ് എന്ന രക്തപ്രതികാരകൻ ഈ അബ്നേറിന് പിന്നിലുണ്ട് എന്നുള്ളത് അവൻ തിരിച്ചറിയേണ്ടതായിരുന്നു. അതവന് കഴിഞ്ഞില്ല. ആ യോവാബ് അവസരം കിട്ടിയപ്പോൾ വയറ്റിൽ കത്തി കുത്തിക്കടത്തി അവൻ മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ ഒരു നീചനെ പോലെ മരിച്ചു വീണപ്പോൾ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ ശവസംസ്കാരത്തിൽ രാജാവ് കരയുകയാണ്. എന്റെ മകനെ അബ്ശാലോമേ, നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നതെന്താണ്? നിനക്കൊരു സങ്കേത നഗരം ഉണ്ടായിരുന്നല്ലോ, നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ലല്ലോ, നിന്റെ കാലിൽ ചങ്ങലയിട്ടിരുന്നില്ലല്ലോ, നിനക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാമായിരുന്നല്ലോ. ഒരു സങ്കേത നഗരത്തെ കുറിച്ച് നീ അറിയേണ്ടതായിരുന്നു. ഒന്ന്. രണ്ട്, നിന്റെ പിന്നിൽ ഒരു രക്തപ്രതികാരൻ ഉണ്ട് എന്നുള്ളത് നീ അറിയേണ്ടതായിരുന്നു. ഈ രണ്ട് കാര്യവും നീ അറിയാതെ പോയല്ലോ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു സന്ദേശം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഓർമ്മപ്പെടുത്തിയെന്നറിയാമോ? വളരെ വ്യക്തമായി സങ്കേത നഗരത്തെ കുറിച്ച് ഇന്നലെ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സങ്കേത നഗരമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. കാൽവരി ഉയർത്തപ്പെട്ട ക്രൂശാണ്. ഈ സങ്കേത നഗരത്തിൽ അഭയപ്പെടുന്നില്ല എന്ന് വന്നാൽ ഒരു നീചനെ പോലെ മരിക്കേണ്ടതായി വരും. രണ്ട് കാര്യം കേൾവിക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഒരു രക്തപ്രതികാരകൻ ഇന്നും നമ്മുടെ പിറകിലുണ്ട്. അത് മരണമാണ് എന്ന് മറന്നു പോകരുത്. ഒരു മരണം നമ്മുടെ പിന്നിലുണ്ട്. അത് നാം നിലയ്ക്കാത്ത സമയത്ത് നമ്മെ കടന്നു പിടിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ ആ രക്തപ്രതികാരകൻ കടന്നു പിടിക്കുന്നതിന് മുമ്പായി നിനക്ക് മുമ്പിൽ ഒരു സങ്കേത നഗരമുണ്ട് എന്നുള്ളത് നീ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആ സങ്കേത നഗരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവരി യാഗമായി തീർന്ന യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന സങ്കേതത്തിൽ അഭയപ്പെടുന്നില്ല എന്ന് വന്നാൽ ഒരു നീചനെ പോലെ മരിക്കേണ്ടതായിട്ട് വരും. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ സന്ദേശമെല്ലാം കേട്ടിട്ട് ഇനി ഒരു നീചനെ പോലെ മരിക്കുവാൻ ദേശനിവാസികൾക്ക് ഇടയായിട്ട് തീരരുത്. ഞങ്ങളുടെ സന്ദേശം ഇതാണ്. ഈ സന്ദേശത്തിന്റെ വിവിധമായിരിക്കുന്ന വശങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നീചനെ പോലെ നിത്യമായ നാശത്തിലേക്ക് പോകുവാൻ ആരും മരിക്കുവാൻ ഇടയാകരുത്. അതിനാണ് ഈ സന്ദേശം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ആധാരമായി വായിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ ഒരു സുവിശേഷ സന്ദേശം അറിയിപ്പാനായിട്ടാണ് ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴി. 3-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ കുറച്ചുകൂടി വ്യക്തമാവും നമുക്ക്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷിയെന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴി. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴി. വളരെ ഗൗരവമായിട്ടുള്ള ഒരു സന്ദേശമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഒരു വാക്യമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇത്ര വലിയ രക്ഷ, രക്ഷയുടെ വിവിധ വശങ്ങൾ, രക്ഷയുടെ പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് എഴുതി കൊടുക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്നുള്ളത്. പ്രത്യേകിച്ച് പാപമോചനത്തിനായി യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ച് കാലാകാലങ്ങളായി പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാത്ത അതേ യാഗങ്ങളെ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമൂഹത്തോട് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വരുന്നതായ യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കർത്താവായ യേശു ക്രിസ്തു പൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അവരോട് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും.
കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ ചെയ്തു വന്നായിരിക്കുന്ന ഈ യാഗങ്ങൾക്കും യാഗത്തിന്റെ അല്ലെങ്കിൽ കർമ്മങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ പരിഹാരം വരുത്തിയിരിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് കൂടെ വരുമ്പോൾ ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയുമില്ല എന്നരുളി ചെയ്യുന്നു. ഞാൻ ഇനി ഓർക്കയില്ല എന്നരുളി ചെയ്യുന്നു. എന്നിട്ട് എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കാരണം എന്താണ്? പാപത്തിന് പരിഹാരം വരുത്തുവാനായി ഏകയാഗം കാൽവരി ക്രൂശിന്മേൽ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും യാഗങ്ങളുമായി ആവർത്തിച്ച് യാഗം ചെയ്ത് പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയാത്ത അതേ യാഗങ്ങളെ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എബ്രായ ക്രിസ്ത്യാനിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല. അതിന് പൂർത്തിയാണ് കാൽവരി ക്രൂശിൽ കർത്താവ് വരുത്തിയിരിക്കുന്നത് എന്ന് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഇവിടെ വായിച്ച വാക്യത്തിൽ രക്ഷയുടെ പ്രാധാന്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്ര വലിയ രക്ഷ അതിന്റെ വലുപ്പത്തെ ആ വാക്കിൽ തന്നെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നടക്കുന്ന സന്ദേശം എന്നുള്ളത് ഒരു സുവിശേഷ സന്ദേശമാണ്. ഇന്നലെയും അതാണ് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒരു സുവാർത്താ സന്ദേശമാണ്, നല്ല വാർത്തയാണ്. കാരണം ഈ വാർത്ത മനുഷ്യന് നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഈ വാർത്ത മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന വാർത്തയാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം വാർത്ത കേൾക്കുകയും വാർത്ത കേൾക്കാൻ ഇഷ്ടപ്പെടുകയും വായിക്കാൻ ഇഷ്ടപ്പെടുകയും അത് വാർത്ത സൃഷ്ടിക്കുന്നവരുമാണ് കേരളീയരെന്നുള്ളത് നമുക്ക് അറിയാം. മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിലും പത്രം കണ്ടില്ലെങ്കിൽ പലർക്കും പ്രഭാത കർമ്മങ്ങൾ പോലും നടക്കാൻ പ്രയാസമാണ് എന്ന് കഴിഞ്ഞാൽ ഒരാള് പറഞ്ഞു കേൾക്കാൻ ഇടയായി. അപ്പോ അത്ര പ്രാധാന്യമാണ് രാവിലത്തെ വാർത്ത എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നത്തെ വാർത്തകളൊന്നും സന്തോഷം തരുന്നതല്ല എന്നുള്ളത് പത്രദ്വാര നമുക്ക് കാണുവാനും കേൾക്കുവാനുമായിട്ട് ഇടയായിട്ട് തീരും. എന്ത് സന്തോഷമാണ് ഇന്നത്തെ വാർത്തകളിൽ ഉള്ളത്? നമുക്കറിയാം, ഓരോ ദിവസവും പത്രം വന്ന് മുമ്പിൽ വീഴുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നായ വാർത്തകളെ വഹിച്ചുകൊണ്ടാണ് എന്നുള്ളതിന് തർക്കമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുള്ളതായിരിക്കുന്ന എന്തെല്ലാമാണ് നമ്മൾ ലോകത്ത് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് തോന്നുന്ന കാര്യം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചുള്ള അനേക വാർത്തകൾ വരുന്നുണ്ട്. ഒരു ദിവസം അനുകൂല സാഹചര്യത്തിലുള്ള അന്തരീക്ഷമാണെങ്കിൽ പ്രതികൂല സാഹചര്യത്തിലുള്ള അന്തരീക്ഷം അടുത്ത ദിവസം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ആകെ വികൃതമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ സമൂഹത്തിൽ എത്രയോ അഭിഹിതമായ ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പത്രദ്വാരയിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നായ അമ്മമാരെ കുറിച്ച് മിക്കവാറും പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്. അല്പം സ്വർണത്തിന് വേണ്ടി 72 വയസ്സുകാരിയെ കഴുത്ത് ഛേദിച്ച് കൊന്നത് ഈ അടുത്ത ദിവസമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യമായി പറയുന്നത്. എത്രയോ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പത്രം നിങ്ങൾ വായിച്ചില്ലേ? ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നടുറോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എത്രയോ ഭാരമുണ്ടാക്കുന്ന വാർത്തകളാണ് പത്രദ്വാര നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല, ഇത് കോളേജ് ക്യാമ്പസുകളിലേക്കും വിദ്യാലയങ്ങളിലൊക്കെ ചെന്നാൽ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും കൂത്തരങ്ങായിട്ട് ഇന്ന് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനൊരിക്കലും നോ പറയുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാലഘട്ടം അതിന്റെ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേക കുഞ്ഞുങ്ങൾ, നമ്മൾ ഓമനിച്ചു വളർത്തുന്ന അനേക കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവരെ, സ്കൂളിലേക്കും കോളേജുകളിലേക്കും ചെന്ന് കഴിയുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് അതിന്റെ കൂത്തരങ്ങായി മാറുന്ന പല ക്യാമ്പസുകളിലും അടിമപ്പെട്ടിരിക്കുന്നു
പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്രയോ ജീവിതങ്ങളാണ് അകാലത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്രയോ ജീവിതങ്ങളാണ് നടുറോഡിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെതായിരിക്കുന്ന ആ വ്യാപാരങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്യവർജനവുമില്ല, മദ്യനിരോധനവുമില്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ പത്രദ്വാര പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും ഇവിടെ സംഭവിക്കുന്ന കാര്യമല്ല. കാരണം ഇതൊക്കെ നിന്ന് പോയാൽ പിന്നെ എങ്ങനെയാ നിലനിൽക്കുന്നത്? അത് വേറെ വശം പോകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, ഇതെല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ കണ്ടു കാണും. കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളം കുടിച്ചു തീർത്തത് 543.13 കോടിയുടെ മദ്യമാണ്. അത് ചെറിയ സംഭവമാണോ? ഈ കേരളം കുടിച്ചു തീർത്തത് എന്ന് പറയുന്നത് ഇത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ ഇത് വിളിച്ചറിയിക്കുന്നത്? ഇത് മദ്യപാനവും മയക്കുമരുന്നിന് ഉപയോഗവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന വാർത്തയാണ്. ഇതെല്ലാം മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ഈ വാർത്തകളൊന്നും സന്തോഷം തരുന്നതല്ല. എന്നാൽ ഞങ്ങൾ സംസാരിക്കുന്ന സന്ദേശം മനുഷ്യന് സമാധാനവും സന്തോഷവും തരുന്ന സുവാർത്തയാണ്. എന്താ കാരണം അറിയാമോ? ഈ വാർത്ത ആരെയും കൊല്ലുകയല്ല, എല്ലാവർക്കും ജീവൻ കൊടുക്കുന്ന സന്ദേശമാണ്, എല്ലാവരെയും ജീവിപ്പിക്കുന്ന സന്ദേശമാണ് ഈ സുവാർത്ത സന്ദേശം എന്ന് പറയുന്നത്, ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് അനേകർക്ക് ജീവൻ നൽകിയിട്ടുള്ള സന്ദേശമാണ്, മനുഷ്യവർഗത്തെ രൂപാന്തരം ഉണ്ടാക്കിയിട്ടുള്ള സന്ദേശമാണ്. ലോകത്തിന്റെ നിയമങ്ങൾക്കും തത്വസംഹിതകൾക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാതെ പോയിട്ടുള്ള അനേക ജീവിതങ്ങൾക്ക് മനസാന്തരം കൊടുത്തിട്ടുള്ളത് ഈ സുവിശേഷ സന്ദേശമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ അനേക കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയിട്ട് ഗവൺമെന്റ് ശിക്ഷാ നടപടികൾക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത അനേക ജീവിതത്തിൽ ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുടുംബത്തിന്റെ അങ്കണത്തിലാണെങ്കിലും റോഡിന്റെ തെരുവിൽ നിന്നുകൊണ്ടും അല്ല വീടാന്തോറും കയറി ഇറങ്ങിയും ഒക്കെ ഈ സുവിശേഷ സന്ദേശം ഞങ്ങൾ നിറവഴിയായി നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ റോഡിൽ നിന്ന് പ്രസംഗിക്കും, റോഡിൽ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറും, കിട്ടുന്നിടത്തൊക്കെയും പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ഒരാളെ തല്ലിക്കൊന്നാൽ ഞങ്ങൾ അടുത്തയാൾ എഴുന്നേൽക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒന്നുകൊണ്ടും പേടിച്ചു മാറുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അനേകം സുവിശേഷത്തിന് വേണ്ടി ഈ സുവിശേഷ രാജാംഗത്തിൽ ഓടി തളർന്ന് വിശ്രമിക്കുന്നവരുണ്ട്. ചിലരൊക്കെ ലോകം തല്ലിക്കൊന്നിട്ടുണ്ട്, ചിലരൊക്കെ ലോകം ബന്ധസ്ഥയിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുകൊണ്ടും ഈ സുവിശേഷ സന്ദേശം അവസാനിച്ചിട്ടില്ല. ഇതതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം അറിയാമോ? ഇതല്ലാതെ മറ്റൊരു സന്ദേശവും മനുഷ്യൻ ജീവൻ കൊടുക്കുവാനായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇന്നും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ നാടിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് പോയി ഒരു പ്രാന്തായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരിക്കൽ ഒരാളങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അതൊന്നും പ്രസംഗിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ അവസ്ഥയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ സുവിശേഷം ചെയ്യുന്നത്? ഞാൻ ഓർമ്മപ്പെടുത്തി, ഇതാണ് സമാധാനം നൽകുന്ന സന്ദേശമെന്ന്. മനുഷ്യന്റെ സമാധാനം കെടുത്തുന്നതെന്തോ അതിന് പരിഹാരം വരുത്തുന്ന, മനുഷ്യന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന, മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷ സന്ദേശമാണ്. എന്താ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത്? മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമോ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി കുറവോ, അല്ലെങ്കിൽ വീടില്ലാത്തതോ, അതല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണം കിട്ടാതിരിക്കുന്നോ, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതൊന്നുമല്ല മനുഷ്യന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപപ്രശ്നമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. പാപപ്രശ്നത്തിന് എവിടെ പരിഹാരം ഉണ്ടാകുന്നുവോ അവിടെ മനുഷ്യന് രൂപാന്തരം ഉണ്ടാവുകയാണ്, ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുകയാണ്. എവിടെയൊക്കെ ഈ സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപപ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ.
ഒരു വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ ഇവിടെയുള്ള ദൈവമക്കൾക്ക് കാണപ്പാട് അറിയാവുന്നതാണെങ്കിലും മൈക്കിൽ ഒന്ന് വായിച്ചു കേൾക്കാം. ഒരു പൊതു മീറ്റിംഗ് ആണല്ലോ. അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമുക്കത് മൈക്കിൽ ഒന്ന് വായിച്ചു കേൾക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരു വ്യത്യാസവും കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല, സഭാ വ്യത്യാസങ്ങളൊന്നുമില്ല, കാണുന്ന വ്യത്യാസങ്ങളില്ല, വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസങ്ങളില്ല, രാഷ്ട്രത്തിന്റെ വ്യത്യാസമില്ല, സംസ്ഥാനത്തിന്റെ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല, എല്ലാവരും പാപപ്രശ്നത്തിൽ അടിമപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. ഈ പാപപ്രശ്നം എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. നോക്കുക, എല്ലാ മതങ്ങളും ഈ പാപപ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടല്ലേ എല്ലാവരും ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അതുകൊണ്ടാണ് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർമ്മ പദ്ധതികളിലൂടെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും പാപപരിഹാരത്തിന് വേണ്ടിയും പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയും ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനങ്ങളായിട്ട് നേർച്ചകൾ, കാഴ്ചകൾ, പുണ്യകർമ്മങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായി മനുഷ്യൻ തലമുമ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന്റെ കാരണം? മനുഷ്യന് പാപപ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. പാപപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയും പണമെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ഇവിടെയും നേർച്ചകളും കാഴ്ചകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പാപത്തിന് പരിഹാരം കിട്ടുന്നില്ല. യശയ്യാപ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. 6-ാം വാക്യം. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞാൽ വിമോചിതയിൽ കൊടുത്തിരിക്കുന്നത് മലിന വസ്ത്രം പോലെ എന്നാണ്. അത് മലിനപ്പെട്ട വസ്ത്രം പോലെയാണ്. നീതി പ്രവർത്തികൾ. എന്ത് നീതി പ്രവർത്തികൾ? മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന നീതി പ്രവർത്തികളെല്ലാം മലിന വസ്ത്രം പോലെയാണ്. ദൈവസന്നിധിയിൽ അത് തള്ളപ്പെട്ടിരിക്കുകയാണ്. അത് അംഗീകാര യോഗ്യമല്ല. മനുഷ്യന്റെ നീതി പ്രവർത്തികൾ കൊണ്ട്, കർമ്മ പദ്ധതികൾ കൊണ്ട് ഒരിക്കലും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. ഇതുകൊണ്ട് ചങ്ങമ്പഴ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. 2 തുട്ടേകുകിൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയാണോ മതങ്ങൾ തീർന്ന ദൈവമെന്ന്. പായസമേകുകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്നത് എന്തു ദൈവമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്തെങ്കിലും ഭൗമികമായ കാര്യങ്ങൾ കൊടുത്ത് പ്രീതിപ്പെടുത്താവുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? അതിനാണോ കർത്താവ് ലോകത്തിലേക്ക് വന്നത്? അല്ല. ഈ ലോകത്ത് എന്തെങ്കിലും മനുഷ്യന്റെ കർമ്മഫലം കൊടുത്ത് തൃപ്തിപ്പെടുത്താമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ആവശ്യം നമ്മയാണ്. ദൈവം മരിച്ചു നമുക്ക് വേണ്ടിയിട്ടാണ്. ദൈവം നമ്മുടെ രക്ഷയാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഭൗമികമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഈ ലോകത്തെ കർമ്മങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ നീതി പ്രവർത്തികൾ കൊണ്ട് പാപപരിഹാരം വരുവാൻ കഴിയുകയില്ല എന്നുള്ളത് കാണുവാൻ കഴിയും. എന്നാൽ എന്ത് ചെയ്യുന്നു ദൈവം? ഒരു വാക്യം കൂടെ നമുക്ക് സുപരിചിതമായ വാക്യം വായിക്കാം. 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ
15-ാമത്തെ വാക്യം. 1 തിമോഥെയോസ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാണ്. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. അപ്പൊ ക്രിസ്തുയേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ അത്ഭുതകരമായ കാര്യമാണ്. ലോകത്തിൽ സ്വർഗത്തിലെ ദൈവം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് വന്ന യേശു ഒരിക്കൽ മാരാമൻ കൺവെൻഷനില് ചന്ദ്രനിൽ പോയതായിരിക്കുന്ന ജെയിംസ് ഇർവിക് എന്ന് പറയുന്ന ദേവദാസൻ വന്ന് അവിടുന്ന് കൊണ്ടുവന്ന കല്ലുകളൊക്കെ ഉയർത്തി കാട്ടിക്കൊണ്ട് പ്രസംഗിക്കുവാനായിട്ടിടയായി. അപ്പോൾ താൻ ആ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ നടന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നടക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇത്ര അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതിനേക്കാൾ വലുതാണ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നടന്നത്. സ്വർഗത്തിൽ ദൈവത്തിന്റെ പ്രബോധമായിരുന്ന, ദൈവത്തിന്റെ മടിയിലിരുന്ന തന്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു. അല്ല, പാപമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാകുന്നു. മാത്രമല്ല, മരണം ആവശ്യമില്ലാത്ത അമർത്യനായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് മരണം ആസ്വദിക്കത്തക്കവണ്ണം ഇറങ്ങി വരുവാൻ ഇടയായിട്ട് തീർന്നത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഞാൻ ചോദിക്കട്ടെ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവ് ഇങ്ങനെ ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? എന്തെങ്കിലുമൊക്കെ കർമ്മപദ്ധതികളൊക്കെ ചെയ്ത് അങ്ങ് പോയാ പോരായിരുന്നു? ഒരിക്കലും സാധ്യമല്ല. മനുഷ്യന്റെ പാപത്തിന് സ്വർഗം നീതിപീഠം കൊടുത്തിരിക്കുന്ന ആ വില നൽകുവാൻ ഈ നിലയിലല്ലാതെ മറ്റൊരൊന്നിനും സാധ്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ വന്ന കർത്താവ് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 വാക്യങ്ങളുടെ ബന്ധത്തിൽ നമുക്കത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 പത്രോസ് 2:24 കൂടെ നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ. 2 കൊരിന്ത്യർ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപം അറിയാത്തവൻ പരിശുദ്ധനായിരുന്ന ദൈവം നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. പാപമാക്കപ്പെടുവാൻ ഇടയായി എന്ന് പറഞ്ഞാൽ പാപം ചുമക്കത്തക്ക നിലയിൽ അവൻ രൂപപ്പെട്ടു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവൻ പാപത്തിൽ വന്നു എന്ന് ചിന്തിക്കരുത്. പാപം ഇല്ലാത്തവനായിട്ടാണ് അവൻ വന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മറ്റു വാക്യം 2:24 നമ്മൾ വായിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറുവാൻ ഇടയായിട്ട് തീർന്നു. എന്താണ് കർത്താവ് ചെയ്തത് എന്ന് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് പാപമില്ലാത്തവനായി പരിശുദ്ധനായി സ്വർഗത്തിലെ പ്രബോധമായിരുന്ന പുത്രൻ ലോകത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു. വന്നിട്ട് നമ്മുടെ പാപത്തെ അവർ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട്
തീർന്നു. നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തിയിട്ട് ആ പാപത്തിന് കാൽവരി ക്രൂശിന്മേൽ ശിക്ഷ വിധിക്കുവാൻ ഇടയായിട്ട് തീർന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിന് കഴിയാതെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പാപത്തിന് ക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ പാപത്തെ വഹിക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് വിട്ടതായിരിക്കുന്ന ഏകപുത്രൻ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാപത്തിന് ശമ്പളമാകുന്ന മരണം അവൻ അനുഭവിപ്പാൻ ഇടയായി. നല്ലൊരു കാര്യം, അവൻ മരിച്ചവൻ മാത്രമല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനും കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിക്കുക മാത്രം ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനൊരു കൺവിഷൻ ഇവിടെ കണ്ടുപിടിക്കപ്പെടുകയില്ല, എവിടെ ആരും പ്രസംഗിക്കാനും വരത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ കല്ലറയിൽ ഒതുങ്ങിപ്പോയവനല്ല. ഈ ലോകത്തെ കല്ലറ കൊണ്ട് അവനെ മൂടി വെക്കുവാൻ കഴിയുകയില്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, അവന്റെ പുനരുത്ഥാനം, അവന്റെ ജനനം ഒരു ചരിത്ര സംഭവമാണ്. അവന്റെ മരണം ഒരു ചരിത്ര സംഭവമാണ്. അവന്റെ പുനരുത്ഥാനം ഒരു ചരിത്ര സംഭവമാണ്. അവന്റെ ജനനം ഒരു സുവിശേഷമാണ്. അവന്റെ മരണം സുവിശേഷമാണ്. അവന്റെ പുനരുത്ഥാനവും സുവിശേഷമാണ്. കാരണം ഈ ലോകത്ത് ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു തെരുവില്ല. ആകെ കൂടെ പുനരുദ്ധാനം ചെയ്ത, മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ചെന്നാൽ അവിടെ ലെനിന്റെ ശവകുടീരമുണ്ട്. അവിടുന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് ചെന്നാൽ തത്വചിന്തകനായിരിക്കുന്ന വോൾട്ടയറിന്റെ ശവകുടീരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ ചെന്നാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മുടിചൂടാമന്നനായിരിക്കുന്ന വില്യം ഷേക്സ്പിയറിന്റെ കല്ലറ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡൽഹിയിലെ രാഷ്ട്രത്തിലേക്ക് നമ്മൾ ചെന്നാൽ ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നൽകി തന്ന സ്വാതന്ത്ര്യ സേനാനിയായ മഹാത്മാഗാന്ധിയുടെ ശവകുടീരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കല്ലറകളെല്ലാം ചരിത്രത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. ഈ കലറൊന്നും തുറക്കപ്പെട്ടിട്ടുള്ളതല്ല, ഇതെല്ലാം അടയപ്പെട്ട് കിടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പലസ്തീനിലേക്ക് നമ്മൾ ചെന്നാൽ, യെരൂശലേമിലേക്ക് നമ്മൾ ചെന്നാൽ, ആ ഗോൽഗൊഥായുടെ സമീപത്ത് അടിമത്തേക്കാരായ യോസേഫിന്റെ ഉടമസ്ഥതയിൽ ഒരു കല്ലറയുണ്ട്. സ്വതം ആ കല്ലറ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. തുറക്കപ്പെട്ട ഒരു കല്ലറ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ചെയ്തത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുന്ന, പാപത്തിന് ശിക്ഷയാകുന്ന മരണത്തെ അനുഭവിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഇന്നും ജീവിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ നമ്മൾ വായിച്ച കൃപാക്യത്തിലേക്ക് വന്നാൽ അവിടെ പറയുകയാണ്, എന്താണ്? ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റും? ഇത്ര വലിയ രക്ഷയെ, തന്റെ പുത്രനെ തന്ന് ഒരുക്കിയതായ ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, വിലയേറെ രക്തം ചൊരിഞ്ഞ് ഒരുക്കിയതായ രക്ഷ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എവിടെ നിന്ന് തെറ്റിയൊഴിയുമെന്ന്, എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് അവിടെ വായിക്കുന്നത്, എവിടെ നിന്ന് തെറ്റിയൊഴിയുമെന്ന് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ അത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ അങ്ങനെ തെറ്റിയൊഴിയും. എങ്ങനെ തെറ്റിയൊഴിയും എന്ന് വെച്ചാൽ, വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും? അർത്ഥാൽ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത്, ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധി തെറ്റിയൊഴിയാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയുടെ മുമ്പിലുള്ള ന്യായവിധി മാറ്റപ്പെടുന്നതിന് ഈ രക്ഷ മാത്രമേ ഉപാധിയായിട്ടുള്ളൂ.
ഈ രക്ഷ മാത്രമേ മാർഗമുള്ളൂ. മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല. ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴി. സ്തോത്രം. തന്റെ ദേഹമെന്ന തിരശീല നമുക്ക് മുമ്പിൽ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവനുള്ള പുതുവഴി. സ്തോത്രം. ഒരു വഴി തുറന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തന്റെ ദേഹത്തെ തിരശീലയോടാണ് ഉപമിച്ചിരിക്കുന്നത്. തിരശീലയോടാണ് ഉപമിച്ചിരിക്കുന്നത്. യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു തിരശീല, 3 തിരശീലയുണ്ട്. ആവശ്യത്തിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല. 3 തിരശീലയുണ്ട്. അതിൽ അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീലയുണ്ട്. ഒരു വലിയ തിരശീല അവിടെ കിടക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപാസനം, ദൈവം വസിക്കുന്ന സ്ഥലം, അതാണ് ദൈവത്തിന്റെ കൃപാസനം. ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അതുവരെയും പാപിയായ മനുഷ്യർക്ക് പ്രവേശനമില്ല. ആണ്ടിലൊരിക്കൽ മാത്രമേ മഹാപുരോഹിതന് കർത്താവിന്റെ സാന്നിധ്യമുള്ളതായ ആ സിംഹാസനത്തിനടുക്കലേക്ക്, ത്രോണോസിലേക്ക് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോളെ. അവിടെ പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ. ഈ മഹാപുരോഹിതൻ തനിക്ക് തന്നെ ആദ്യ യാഗം കഴിക്കണം. തന്റെ യാഗരക്തം, തന്റെ യാഗവസ്തു കാളയാണ്. കാളയെ അർപ്പിച്ച് തന്റെ യാഗവസ്തുവിന്റെ രക്തം കയ്യിലെടുത്ത് ഒരു കയ്യിൽ രക്തവും മറു കയ്യിൽ ധൂപകലശവുമായിട്ട് ഈ തിരശീലക്കടുത്തേക്ക് ചെന്ന് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ധൂപം പുറത്തിക്കൊണ്ട് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച് കൃപാസനത്തിൽ 7 പ്രാവശ്യം രക്തം തളിക്കണം. തന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പ്രിയമുള്ളവരെ ആ തിരശീല കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഒരിക്കലും ദൈവത്തിലേക്ക് പ്രവേശനമില്ല. അവന്റെ പാപം മനുഷ്യൻ അകറ്റി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞത് പാപമാണ്, അകൃത്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നോക്കുക, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്. യെരൂശലേം ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ആ മറശീല ജോസഫത്തിന്റെ കണക്കിലാണെങ്കിൽ 70 അടി നീളവും 30 അടി ഉയരവും 4 ഇഞ്ച് കനവുമുള്ളതായിരിക്കുന്ന ഈ തിരശീല മേൽതൊട്ട് അടിവരായും ചിന്തി, മേൽതൊട്ട് അടിവര ചിന്തപ്പെട്ടു. എന്തുകൊണ്ട്? ഈ കിടക്കുന്ന തിരശീലയും ക്രൂശിൽ കിടക്കുന്ന വ്യക്തി തമ്മിൽ ബന്ധമുണ്ടെന്ന് അവരെ കാണിക്കുന്നത്. മനസ്സിലാവുന്നു? എന്താ ബന്ധം? എന്തിനാണോ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, ഈ തിരശീല എന്തിനാണോ ഇവിടെ ഇട്ടിരിക്കുന്നത്, അതിന്റെ പരിഹാരം വരുത്താനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപത്തെ പ്രതി ആലയത്തിൽ ഇട്ടിരിക്കുന്ന ഈ തിരശീല തീരുവാനിടയായിട്ട് തീർന്നത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കാൽവരി ക്രൂശിൽ വരുത്തി. അതുകൊണ്ട് ദൈവം ഇത് മനുഷ്യൻ അകന്നിരുന്നവൻ ഇപ്പോൾ നമ്മോടടുക്കിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. സ്തോത്രം. വേർപാടിന് നടിച്ചുവര് ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. വേർപാടിന് നടിച്ചുവര് ഇടിച്ചു മാറ്റിക്കളഞ്ഞു. അവിടെ ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. പാപത്തിന്റെ ആ വ്യത്യാസം കൂടാതെ, പാപം മനുഷ്യനെ അകറ്റി നിർത്താതെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് പാപിയായ മനുഷ്യനും നീതിമാനായ ദൈവവും തമ്മിൽ കൈകോർത്ത് പിടിച്ചു. അത് കാൽവരി ക്രൂശിലാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യാഗമായി തീരുവാൻ ഇടയായിട്ട് തീർന്നു. ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഈ രക്ഷ അവഗണിച്ചു കളഞ്ഞാൽ, ഈ രക്ഷ അംഗീകരിക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്. 2 വാക്യം നമുക്ക് വായിച്ചു കേൾക്കണം. 2 വാക്യം. ഒന്നാമത്തെ വാക്യം എബ്രായ ലേഖനം 9:27. മറ്റൊന്ന് പ്രവൃത്തി 17:31. 2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഓരോന്നായി വായിക്കാം. ഒരിക്കലും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നിയമനം എന്താണ്? നിയമനം
ഒരിക്കൽ മനുഷ്യൻ മരിക്കും. മറ്റൊന്ന്, മരിച്ചാൽ ഒരു ന്യായവിധിയുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം. മരണം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. ഇനി അതിനുറപ്പെന്താ? പ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ഓർക്കുക, ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ വേണ്ടി ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. നീതിയുള്ള ഒരു ന്യായവിധി നടക്കാൻ പോകുകയാണ്. പണം കൊടുത്താൽ ഒക്കത്തില്ല, അവിടെ യാതൊരു ശുപാർശകളും ഒക്കത്തില്ല, ഒന്നുമായി അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല, യാതൊരുവിധ റെക്കമെൻഡും സ്വീകരിക്കാത്ത ഒരു ന്യായവിധി നടക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ. അതാരാണ് ന്യായം വിധിക്കുന്നത്? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി ഒരു ന്യായവിധി നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെയും അടിവരയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം, അതിന്റെ താഴെ ഒരു വാക്യം കൂടെ ഉണ്ട്. അതിന് ഉറപ്പെന്താ? അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് അതിന്റെയും ഉറപ്പ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എപ്പോഴപ്പെട്ടവരുമേ വളരെ വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു നീതിനെ പോലെ മരിക്കുവാൻ ഇനിടയാകരുത്, ഒരു നിത്യമായ നാശത്തിൽ പോകുവാൻ ഇടയാകരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ്? എങ്ങോട്ടാണ് ചെല്ലുന്നത്? ഒരു നിത്യമായ നരകമുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു നിത്യമായ നരകമുണ്ട്. ഒരു നിത്യ നരകമുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം അത് 20-ാം അധ്യായത്തിൽ ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ജീവപുസ്തകത്തിൽ പേര് കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്കയിൽ തള്ളിയിടും. ആർക്കും അങ്ങോട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പോകാതെ നിവൃത്തിയുമില്ല. ജയിലിൽ പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? അവിടെ നല്ല ചൂടാണ്, അവിടെ പോയി കിടന്നേക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആരും ചിന്തിക്കാറില്ലല്ലോ. ഇവിടെ ശരിയല്ല, കാര്യം അവിടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടേക്കുന്നത്. ഞാനിത് പോയിട്ടില്ല. അവിടെ കേട്ടേക്കുന്നത് അങ്ങനെയാ, നല്ല ഭക്ഷണം ഇല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നല്ല ഭക്ഷണം കിട്ടുന്നത് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങോട്ട് ചെല്ലുന്നവരൊക്കെ തള്ളിയിടുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് ആരും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് കെടാത്ത തീയാണ്. കെടാത്ത തീയും ചാകാത്ത മഴവും കരച്ചിലും പല്ലുകളിയും കൂലിട്ടും ഗന്ധകവും നിറഞ്ഞ നിത്യദണ്ഡനത്തിന്റെ സ്ഥലമാണ് നരകം. അതിലേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ട് തള്ളിവിടും. കാരണം എന്താണ്? ജീവപുസ്തകത്തിൽ പേര് കണ്ടിട്ടില്ല. ഈ സുവിശേഷ സന്ദേശത്തെ, ഈ രക്ഷാമാർഗത്തെ അംഗീകരിക്കുവാൻ മനസ്സില്ല. ഞാനൊന്ന് പറയട്ടെ, അവിടെ ചെന്ന് ക്രമീകരിക്കാമെന്ന് കാണുന്നത് ചെല്ലിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ജീവിക്കാൻ തന്നേക്കുന്നല്ലേ, അവിടെ ചെന്ന് ക്രമപ്പെടുത്താം. ഒക്കത്തില്ല, അവിടെ ചെന്ന് ഒക്കത്തില്ല. ഇവിടെ വെച്ചാ പാപം ചെയ്തത്, ഇവിടെ വെച്ചാൽ പാപം പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടത്, ഇവിടെ വെച്ചാണ് ക്രമീകരിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടാതെ പോയാൽ ആ വ്യക്തി ചെന്ന് ചേരുന്നത് നിത്യമായ നരകത്തിലായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ആരാണ് ഈ രക്ഷയെ അവഗണിക്കുന്നത്? ആരാണ് ഈ രക്ഷയെ അവഗണിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. അവിടെ നമ്മൾ കണ്ടുള്ളൂ, രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ രക്ഷയൊഴിയും എന്നാണ് ദൈവത്തിന്റെ വായനത്തിൽ നമ്മൾ കണ്ടത്. ആരാണ് ഈ രക്ഷയെ അവഗണിക്കുന്നവർ? ഒന്ന് നോക്കിയാട്ടെ. ഒന്നാമത്തെ കൂട്ടർ അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം, അതിന് 24-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 24-ന്റെ വാക്യം. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ
ദൃസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന്. ഈ ഭയമൊക്കെ കണ്ടിപ്പോ ചിലപ്പോ ചിന്തിക്കുകയാണ് ഓരോരുത്തരുടെ സംഗതി ഇപ്പൊ ശരിയായി കിട്ടുന്ന വെറുതെയായിരുന്നു. ഈ ഭയമൊന്നും കണ്ട ചിലരുണ്ട് അങ്ങനെയാ. ദൈവവചനം കേൾക്കുമ്പോൾ വലിയ ഭയമാണ്. അയ്യോ ഇതെല്ലാം സത്യമാണ്, നിങ്ങൾ പറയുന്ന സത്യം എന്നിട്ട് അംഗീകരിച്ചുകൂടെ? അംഗീകരിക്കത്തില്ല. ഈ ഫേലിക്സ് അങ്ങനെയാണ്. ഈ ഫേലിക്സ് പൗലോസ് തടവിൽ കിടക്കുക. സംഭവമൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ 40-24 ഒന്ന് വായിച്ചു കേൾക്കാം, മറ്റുള്ളവരൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫേലിക്സ് ഗവർണറായിരിക്കുന്ന സന്ദർഭത്തിൽ തടവിൽ കിടക്കുന്നതായ ഈ പൗലോസിനെ ഇടയ്ക്കിടയ്ക്ക് വരുത്തും. ഭക്തർക്ക് സുവിശേഷം കേൾക്കും. പൗലോസ് കിട്ടിയ അവസരമല്ലേ, നന്നായി പ്രസംഗിച്ചു. എന്താ വിഷയം അറിയാവോ? വിഷയം നീതി, ഇന്ദ്രിയം, വരുവാനുള്ള ന്യായവിധി. 3 സബ്ജക്റ്റാണ്. ഈ 3 സബ്ജക്റ്റും കാഴ്ച പരുവത്തിൽ പുള്ളി നന്നായി കലക്കിയിട്ടുണ്ട്. ഈ 3 സബ്ജക്റ്റ് ഒന്ന് കൈകാര്യം ചെയ്യാൻ ഈ 3 ദിവസം കിട്ടിയ ഒക്കത്തില്ല. പക്ഷെ എങ്കിൽ പോലും പുള്ളി ആ സമയത്ത് ക്യാപ്സൂൾ പരുവത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നന്നായി വരച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? തന്റെ കൂടെ ഉള്ളതായിരിക്കുന്ന ഈ ഭാര്യ ദൃശ്യമുണ്ടല്ലോ, മറ്റൊരുത്തിന്റെ ഭാര്യയാണ്. അങ്ങനെയാ. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ പുള്ളിക്ക് വലിയ ഭയമാണ്. ഈ കേൾക്കുമ്പോ പുള്ളിയുടെ ഭയം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരുത്തിന്റെ ഭാര്യ പുള്ളിയുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ദ്രിയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ന്യായത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പുള്ളി ഭയപ്പെടുകയാണ്. സംഗതി ഇതാ ശരി. പലർക്കും പല പാപങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ചിന്തിക്കും ഇതാ ശരി. പക്ഷേ മാനസാന്തരപ്പെടാൻ മനസ്സില്ല, കറക്റ്റ് ചെയ്യാൻ മനസ്സില്ല. ആരാണ് ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത്? ദൈവത്തിന്റെ വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവർ ഈ രക്ഷയെ തള്ളിക്കളയുന്നവരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവം ഇത് ആവശ്യം പോലെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കേൾപ്പിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദബന്ധിക്കുള്ളിൽ ഇന്ന് അനേകർ വചനം കേൾക്കുന്നു. നാളെ നമ്മൾ പരസ്യമായിട്ട് ഇറങ്ങുമ്പോൾ അവിടെയും വചനം കേൾക്കുന്നു. അങ്ങനെ അനേകം വചനം കേൾക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തിനാ ദൈവം കേൾപ്പിക്കുന്നത്? നമ്മളെ എന്തിനാ അത് കേൾപ്പിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ സമയത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കൂടായിരുന്നു. അപ്പൊ എന്തിനാ ഇത് കേൾപ്പിച്ചത്? ഇത് കേൾപ്പിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നാളെ ഇത് അറിഞ്ഞില്ലെന്ന് പറയരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടായിട്ടും പാപത്തെ വിട്ട് രക്ഷിക്കപ്പെടാൻ മനസ്സില്ല എങ്കിൽ നീ ദൈവത്തിന്റെ രക്ഷയെ തള്ളിക്കളയുന്നവരാണ്. ഇങ്ങനെ തള്ളിക്കളയുന്നാൽ ഈ ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റൊഴിയുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കൂട്ടർ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത കൂട്ടരാകുന്നു എന്നുള്ള കണ്ടത്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് നോക്കിയേ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ. അതെന്താ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ഇവിടത്തെ കാര്യം മാത്രം, ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക. ഇവിടെ ഞാൻ പാട്ടും പ്രാർത്ഥനയൊക്കെ നടത്തണം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആത്മീയമായിട്ട് മാറാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ തിരുത്താൻ മനസ്സില്ല. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുക. ഇവിടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇവിടെ സുഖമായി മുമ്പോട്ട് പോവുക. അതിന് ഉള്ള എല്ലാ ഉപാധികളും കണ്ടെത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അത്താഴം ഒരുക്കിയിട്ട് അത്താഴത്തിന് ക്ഷണിക്കപ്പെട്ടവരോട് വരുവാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഉപമ ദൈവത്തിന്റെ വായനത്തിൽ പറയുന്നു. ഒരു വാക്യം ശ്രദ്ധിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 14 മുതൽ 17 മുതൽ 20 വരെയുള്ള വാക്യം. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. ഒന്നാമത്തെ ഒഴിവ് കഴിവ് കാര്യമല്ല, ഉള്ളതല്ല, ഒഴിവ് കഴിവ് എന്നുവെച്ചാൽ ഇപ്പൊ ഈ പരിപാടി പറഞ്ഞ ഈ ക്ഷണത്തെ
ഉപേക്ഷിച്ച് തള്ളിക്കളയുക. എന്തൊക്കെയായിരുന്നു ഒഴിവുകഴിവ്? ഒന്നാമത്തവൻ അവനോട്, ഒന്നാമത്തവൻ പറഞ്ഞു, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ ഒരു നിലം വാങ്ങിയിരിക്കുകയാണ്, എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ വരാൻ നിവൃത്തിയില്ല. തനിക്ക് ദൈവത്തിന്റെ അത്താഴത്തിലേക്ക്, ദൈവം വിളിച്ചതായിരിക്കുന്ന മീറ്റിംഗിലേക്ക്, സുവിശേഷത്തിലേക്ക് വരാനായിട്ട് ഇപ്പോൾ സമയമില്ല. കാരണം പറഞ്ഞതുണ്ടോ? നിലം വാങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഒന്ന് പോകണം, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പുള്ളിക്ക് ദൈവികമായ കാര്യത്തെക്കാൾ കൂടുതൽ മണ്ണാശയാണ് കൂടുതൽ. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്, മണ്ണിനോട് ഭയങ്കര ആശയാണ്, വയലിനോട് വയൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ മേടിക്കാൻ അതെല്ലാം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മീറ്റിങ്ങിന് വരാൻ ഇപ്പോൾ സമയമില്ല. രണ്ടാമത്തെ കൂട്ടരോ, മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ വാങ്ങിയിരിക്കുകയാണ്. താൻ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഞാൻ 5 കാളയെ വാങ്ങിയിരിക്കുകയാണ്, എനിക്ക് അതുകൊണ്ട് ബിസിനസിന്റെ ഭയങ്കര തിരക്കാണ്, ഈ വാങ്ങിയതൊക്കെ നല്ലതാണോ നമുക്കൊന്ന് പോയി ശോധന ചെയ്ത് നോക്കണം. അതുകൊണ്ട് ദൈവം എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ വരാനായിട്ട് നിവൃത്തിയില്ല. കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നിൽ നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്കിപ്പോൾ ബിസിനസിന്റെ കാര്യത്തിന് പോകേണ്ടതായിട്ടുണ്ട്, എനിക്കിപ്പോൾ സമയം ഇല്ല. അതുകൊണ്ട് 5 കാളയെ വാങ്ങിയിരിക്കുന്നു, അത് ശോധന ചെയ്യാനായിട്ട് പോകണം. അതുകൊണ്ട് ഒരു ഒഴിവ് കഴിവ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിയോ, വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു. പുള്ളി പറയാണ്, എന്റെ പൊന്നു സഹോദരൻ, ഞാൻ ഇപ്പൊ അടുത്ത കല്യാണം കഴിച്ച് എനിക്ക് ഹണിമൂൺ പോകണം, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് വരാനായിട്ട് നിവൃത്തിയില്ല. അങ്ങനെ മണ്ണാശയും പെണ്ണാശയും പൊന്നാശയും ഒക്കെ ആയിട്ട് ഈ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പലർക്കും ആത്മീയമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ആത്മീയമായ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുവാനോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ വലുതായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്ന ജീവിതമാണുള്ളതെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹം, അവരും രക്ഷയെ തള്ളിക്കളയുന്നവരാണ്. ഈ വലിയ രക്ഷയെ തള്ളിക്കളയുന്നവരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 12:25. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ, എവിടുന്ന്? ശിക്ഷയിൽ നിന്ന്. ശ്രദ്ധിക്കാം, ഞാൻ പറയാം, ശിക്ഷയിൽ നിന്ന് ഒഴിയാതിരുന്നു. അത് വിശദീകരിക്കാം. അടുത്തത്, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അർത്ഥം മനസ്സിലായോ? ഇതിന് ഇങ്ങനെ തലക്കെട്ട് കൊടുക്കണം. ദൈവവചനത്തെ അനുസരിക്കാൻ മനസ്സില്ല. ദൈവവചനത്തെ അനുസരിക്കാൻ മനസ്സില്ല. ആവോളം കേൾക്കുന്നുണ്ട്, കേട്ടത് എന്താണെന്ന് ചിന്തിക്കാനും അനുസരിക്കാനും മനസ്സില്ല. അനുസരണമില്ലാത്ത ജീവിതം. കേൾക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ അനുസരിക്കുന്ന അത്ര ഇഷ്ടമല്ല, ജീവിതത്തിലാക്കുന്ന അത്ര ഇഷ്ടമല്ല, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ കർക്കശമായിട്ടാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർക്ക് ശിക്ഷ അനുഭവിച്ചു എങ്കിൽ, ആരാ ഭൂമിയിൽ അരുളി ചെയ്തത്? മോശയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ന്യായപ്രമാണമാണ് അവിടുത്തെ വിഷയം. ന്യായപ്രമാണത്തെ അനുസരിക്കാതിരുന്നവർക്ക് അതാത് സമയങ്ങളിൽ ശിക്ഷ ലഭിച്ചു എങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു തെളിവും കൂടെ ഒന്ന് വായിച്ചേക്കൂ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 7 മുതൽ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചപ്പോൾ ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് അവിടെ പറയുന്നുണ്ട്. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നും കളിപ്പാൻ എഴുന്നേറ്റു എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചുപോയി. നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മുന്നറിയിപ്പായി തന്നിരിക്കുന്നു എന്ന്
ഇതൊരു ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചിട്ടുള്ള വിഗ്രഹാരാധികൾക്ക്, പിറുപിറുപ്പുകാർക്ക്, ദൈവവചനത്തെ ലംഘിച്ചു മുമ്പോട്ട് പോയവർക്ക്, ന്യായപ്രമാണം അനുസരിക്കാതിരുന്നവർക്ക് അപ്പോൾ ദൈവസന്നിധിയിൽ ശിക്ഷ ലഭിച്ചു എന്ന് വന്നാൽ സ്വർഗത്തിൽ അരുളി ചെയ്തവനെ നിരസിച്ചാൽ എത്രയധികം എന്നാണ്. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ന്യായപ്രമാണം അനുസരിക്കാതെ പോയവർക്ക് ദൈവം ശിക്ഷ കൊടുത്തു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്ത വചനമാണ് ഈ കൃപയുടെ വചനം അഥവാ പുതിയ നിയമം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുന്നു. പണ്ട് ഭാഗമായും പ്രവാചകന്മാർ മുഖാന്തരമായും അരുളി ചെയ്തിട്ടുള്ള വചനം ഇന്ന് പുത്രൻ മുഖാന്തരമായി നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. ഈ പുത്രൻ അരുളി ചെയ്തിട്ടുള്ള ഈ നിത്യതേജസ്സിന്റെ വചനം ഹല്ലേലൂയ ഇത് അനുസരിച്ചില്ല എന്ന് വന്നാൽ എങ്ങനെ തെറ്റി ഒഴിയും? വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് തെറ്റൊഴിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെടണം. ഇല്ലെന്ന് വന്നാൽ നിത്യമായ നരകത്തിൽ പതിക്കും. ഇത് ദൈവത്തിന്റെ വചനം നൽകുന്ന അലംഘനീയമായിരിക്കുന്ന വ്യവസ്ഥയാണ്. ആ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകനായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവചനത്തിൽ ആവോളം ദൈവിക ആലോചന നമുക്ക് തന്നിട്ടുണ്ട്. അനുസരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഒരു വാക്യോടെ അങ്ങ് വായിച്ചേക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യസുവിശേഷം അനുസരിക്കാനുള്ളതാണ്. അതനുസരിക്കാതെ പോയാൽ ശിക്ഷാവിധിയുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ആരെങ്കിലും വന്ന് സുവിശേഷം പറഞ്ഞാൽ. സമുദായത്തില് ഒരു പാട്ടുണ്ട്, പൗലോസ് സ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ട്. ഈ വാക്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഗീതമാണ്. വളരെ അർത്ഥമുള്ളതായിരിക്കുന്ന ഒരു ഗീതമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഗീതം. എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം കൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ അർത്ഥമല്ല, ഇപ്പൊ വായിച്ച വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. പൗലോസ് സ്ലീഹ ധന്യൻ ചൊൽ കേട്ട്, പൗലോസ് സ്ലീഹ പറയുന്നത് കേൾപ്പി എന്നാണ് തുടങ്ങുന്നത് തന്നെ, പാട്ട് തുടങ്ങുന്നത് തന്നെ. അവിടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. എനിക്ക് അത് മാത്രം കിട്ടിയാൽ മതി, ബാക്കി നിങ്ങൾ പിന്നെ വായിച്ചു കൊടുക്കാം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്, ഇതാണല്ലോ അപ്പോസ്തലനോട് പറയുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസാ പറയുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ ചുരുങ്ങിയത് അപ്പോസ്തലന്മാരെങ്കിലും പെടുമല്ലോ. അപ്പോസ്തലന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യന്മാർ നൽകിയിരിക്കുന്ന സന്ദേശം ഏതൊക്കെയാണ്? കർത്താവിന്റെ ശിഷ്യന്മാർ നൽകിയിട്ടുള്ള സന്ദേശം റോമാലേഖനം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയുള്ള പുതിയ നിയമ ലേഖനം മുഴുവനും ആര് തന്നാണ്? നിങ്ങൾക്കും അറിയാൻ പറ്റും. ഇത് മുഴുവൻ പുസ്തകമായി വന്നല്ലേ? അപ്പൊ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചെന്ന് പറഞ്ഞാൽ ഈ ലേഖനം മുഴുവൻ അല്ലേ അത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അല്ലെന്ന് പറ. ഈ ലേഖനം മുഴുവനുമാണ്. അങ്ങനെയാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിക്കുവാൻ ബാധ്യതയുണ്ട്. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടണം. ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടവൻ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. ദൈവവചനം പറഞ്ഞിരിക്കുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടവൻ വേർപെട്ട ദൈവത്തെ ആരാധിക്കണം. വചനം പറയുന്നു. ഇത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതല്ലേ? അല്ലേ? അപ്പോഴാ ആ പാട്ടിന്റെ അർത്ഥം മാധുര്യമായി തീരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നോക്കുക, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചാണ് ആ വാക്യം, ഒന്നുകൂടെ വായിച്ചു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. അപ്പൊ നോക്കുക, രക്ഷയെ കുറിച്ച്, സ്നാനത്തെ കുറിച്ച്, വേർപാടിനെ കുറിച്ച്, വിശുദ്ധ ജീവിതത്തെ കുറിച്ച്, ആരാധനയെ കുറിച്ച് എല്ലാം ഈ അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തെ ആരെങ്കിലും തെറ്റായി പറഞ്ഞാൽ അവൻ ആരാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഞാൻ പറയുന്നില്ല, അപ്പോസ്തലൻ പറഞ്ഞു ശപിക്കപ്പെട്ടവനെന്നാണ്. അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ അനുസരണം ഇല്ലാതെ പോകുന്നവർ ആരാണ്? ശപിക്കപ്പെട്ടവരാണ്. അത് മാത്രമല്ല, ഈ വിഷയത്തോടെ ബന്ധത്തിൽ രക്ഷയെ തള്ളിക്കളയുന്നവരാണ്. അങ്ങനെ വരുവാൻ ഒരിക്കലും ഇടയാകരുത്. ഈ നിത്യരക്ഷയുടെ സന്ദേശം ഈ ശബ്ദബന്ധിക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെട്ട ആരും രക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ന്യായവിധിയിൽ അകപ്പെടരുത്. നിങ്ങൾ എന്തിനു മരിക്കുന്നു? നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനു നരകത്തിൽ പോകുന്നു? കർത്താവ് നമുക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട നരകയാതന മുഴുവനായി അനുഭവിച്ചു തീർത്തിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞു, നിവൃത്തിയായി. എനിക്ക് അതുകൂടെ വിശദീകരണമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിവൃത്തിയായി, പൂർത്തീകരിച്ചു എന്നാണ്. പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ശിക്ഷ മുഴുവനായി അനുഭവിച്ച് തീർത്തിരിക്കുന്നു. ഇനി ഒന്നും നമ്മളായിട്ട് അനുഭവിക്കേണ്ട. ഇനി ഒരാൾ നരകത്തിൽ പോകുന്നുവെങ്കിൽ ആളുടെ ഉത്തരവാദിത്വം ആള് തന്നെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയെല്ലാം തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് രക്ഷ നൽകാൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ച അടക്കപ്പെടുകയെത്തിയിരിക്കുന്നു. ഇനി ആ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സ്വീകരിക്കണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? വിശ്വാസത്താൽ സ്വീകരിക്കണം, കർമ്മത്താലല്ല. കർത്താവേ, ഞാനൊരു പാപിയാണ്. ഈ പാപിയായിരിക്കുന്ന എന്റെ ജീവിതത്തിൽ അങ്ങന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിലെ അവിടുത്തെ ക്രൂശമരണമാണ് എന്റെ പാപത്തിന് പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നു മുതൽ അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ആർക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് വായു കൊണ്ടേറ്റ് പറയാൻ മനസ്സുണ്ട്. ഈ സൗജന്യമായ രക്ഷ ഇന്ന് രാത്രിയിൽ ആർക്കും സ്വീകരിക്കുവാനായിട്ട് കഴിയും. ഈ രക്ഷ പ്രാപിക്കാത്തവരായി ആരെങ്കിലും ശബ്ദവതിക്കുള്ളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാദിവസമായി തീരട്ടെ. ആ രക്ഷ കരസ്ഥമാക്കിക്കൊണ്ട് മടങ്ങുവാൻ വലിയവരായ ദൈവം ഇടയാക്കട്ടെ. ഈ കൺവെൻഷൻ മുഖാന്തരമായിട്ട് അങ്ങനെ ചില വ്യക്തികൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം സംഗതിയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. അങ്ങനെ ആരെങ്കിലും ശബ്ദവതിക്കുള്ളിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഉപദേശങ്ങൾ നൽകുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം ആ നിലയിൽ കാര്യങ്ങളെ ക്രമീകരിക്കട്ടെ. ദൈവം നാം മാത്രം ബോധപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ സുവിശേഷ സന്ദേശം കേൾക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. കേട്ട സന്ദേശത്തിന് മുമ്പാകെ വിനയപ്പെടുവാൻ, കേട്ടതുപോലെ സുവിശേഷം അനുസരിക്കുവാൻ, അതിലടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ വലിയവനായിരിക്കും ദൈവം ഏവർക്കും കൃപ നൽകട്ടെ. സുവിശേഷം അനുസരിക്കാതെ പോയാൽ നാം കേൾക്കണം. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. അതാർക്കും വരരുത്. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ഉപരി ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുവാനായിട്ടിടയായത്. ദൈവം സഹായിക്കട്ടെ. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ദൈവപുത്രനായ യേശുവിനെ ശുഭിക്കുക, യേശുവിന് മുമ്പാകെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിന്റെ അകത്തളത്തിൽ അംഗീകരിക്കുക. വലിയവനായ ദൈവം ആ അനുഭവത്തിലേക്ക് വരാത്ത ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ യോഗം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന ഒടുവിലത്തെ, ഈ പ്രാവശ്യം നടക്കുന്ന യോഗങ്ങളുടെ ഒടുവിലത്തെ യോഗമാണ്. ഇന്ന് കേട്ട സന്ദേശം ഹൃദയത്തിൽ അനുസരണമായി തീർക്കട്ടെ. നാളത്തെ ശുശ്രൂഷകളെ പറ്റി ഒന്ന് പറയുന്നു. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മണ്ണൂർ പടിഞ്ഞാറക്കവര് സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന് മുൻവശത്തുള്ള പ്രാർത്ഥനാലയത്തിൽ വെച്ച്
ക്രിസ്തീയ ആരാധന ഉണ്ടായിരിക്കും. അതിനോട് ചേർന്നുള്ള ദൈവ ശുശ്രൂഷയും കർത്താവിന്റെ വിലരദാസൻ പി എം രാജേശ്വരൻ നിർവഹിക്കുന്നതാണ്. ഏവരെയും ആരാധനയ്ക്കും ഭജന ശുശ്രൂഷ കേൾക്കാനായിട്ടും ക്ഷണിക്കുക. അതിനെ തുടർന്ന് 2 മണി മുതൽ മണ്ണൂർ ഒരു ചെറിയ സൺഡേ സ്കൂളുണ്ട്. 4 നൂറ്റാണ്ടുകൾക്കപ്പുറം 4 കുഞ്ഞുങ്ങളുമായിട്ട് ആരംഭിച്ച സൺഡേ സ്കൂളിൻ്റെ 27ാമത്തെ വാർഷികം നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ശുശ്രൂഷയിലേക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെയും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഫലകരമായി നടപ്പാനായിട്ട് ഏവരുടെയും പ്രാർത്ഥനയും ദൈവനാമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന് ബലദാസൻ ബി പി പൗലോസ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കും. ഈ ശുശ്രൂഷ ഇവിടെ ഈ നിലയിൽ അനുഗ്രഹീതമായി നടത്തത്തക്കവണ്ണം ഈ വീട്, ഈ മുറ്റം, ഈ സൗകര്യങ്ങളെല്ലാം തുറന്ന ജോസിനോടും കുടുംബത്തോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയുള്ള എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് കർത്താവിന് മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയോടെ അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, മനോഹരമായ ഈ രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വിലയേറിയ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ, അനുഗ്രഹീതമായ തിരുവെഴുത്തുകളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവസരം നൽകിയല്ലോ. അതിനായിട്ട് അടിയങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഇത്ര വലിയ രക്ഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ഏകജാതനായ പുത്രനെ തന്ന് ആ പുത്രനെ ക്രൂശിൽ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ആ വിലയേറിയ രക്ഷയും ഒരുക്കിയല്ലോ. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് ദൈവമക്കളായിട്ട് തീരുവാൻ, നിത്യനരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ അനേകർക്ക് ഭാഗ്യമുണ്ടായി. അതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. ഇന്ന് രാത്രിയിൽ വചനം കേട്ടവരിൽ ആരെങ്കിലും ആ കൃപയിലേക്ക് വരാത്തവരായിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കാഴ്ച എടുത്തു വെച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ നൽകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പ്രസംഗിക്കുവാൻ അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. നൽകിയ എല്ലാ കൃപകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ ദാസനെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊള്ളണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ ഭവനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളെ, അവരുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചിയും ഒക്കെ സുവിശേഷത്തിന്റെ അനുസരണത്തിലേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കൊണ്ടുവന്നുവല്ലോ. അതിനായിട്ട് സ്തോത്രം. ആ സുവിശേഷത്തെ വഹിക്കുവാൻ പിന്തലമുറയെയും ഒരുക്കിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ കുടുംബത്തെ നിന്റെ മഹത്വത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ നിർത്തിക്കൊള്ളണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. മണ്ണൂരുള്ള ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കരുതി നടത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ വരവ് വരെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കർത്താവെ സഭയെ ഒരുക്കിക്കൊള്ളണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർവഹിക്കപ്പെടത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ നൽകണം എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. വ്യത്യസ്തമായ ശുശ്രൂഷകൾക്കുള്ള കൃപ തന്നല്ലോ. എല്ലാറ്റിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പിരിയുകയാണ്. അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കാനായിട്ട് അവസരമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരാനുള്ളവരാണ്. ഇവരേറിയ പ്രത്യാശയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന്
ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു.